ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തേതൊരു ചെറിയ വീഡിയോ ആണെങ്കിലും ഇതിൽ ഒരു സന്തോഷവും ഒരു സങ്കടവും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സന്തോഷമുള്ള കാര്യം കാണിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സെല്ലാം നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ചെറിയൊരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. മാത്രമല്ല റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിമ്മായിരുന്നു ലൈറ്റ്സൊക്കെ. അപ്പോൾ എടുത്താൽ തന്നെ ഇനി ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള ഡൗട്ടിൽ ഞാൻ ഒട്ടും വീഡിയോസ് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആകെ 3 to 4 മിനിറ്റ്സിൻ്റെ ക്ലിപ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന്. പാരഗൻ്റെ എംഗ്രിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഡിന്നർ. നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസ് എല്ലാം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കൊന്നും ഇത് കൂടാനും പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇത്രയും ആളായിട്ട് തന്നെ അത്യാവശ്യം ജഗപോകമായിരുന്നു. ശരിക്കും നമ്മൾ പാസ് ഔട്ടായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്, പക്ഷെ നമുക്ക് യാതൊരു മാറ്റവും. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിനെ കൊണ്ടേ നമ്മുടെ ഒരു ഫോട്ടോ എടുപ്പിച്ചതിന് ശേഷം ഞാനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. സോ വീഡിയോക്ക് പോസ് ചെയ്യാനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ടൈം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനെന്നുള്ളൊരു സ്പേസ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയത് നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തരാൻ ആരെങ്കിലും വേണമല്ലോ. അതിന് വേണ്ടി നമ്മൾ ഒരാളെ തപ്പാണ് കേട്ടോ. അതിന് വേണ്ടി ആദ്യം നമ്മൾ സമീപിച്ച ആൾ നല്ല നൈസായിട്ട് റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി സെൽഫി എടുക്കലാണ്ട് വേറെ രക്ഷയില്ല എന്ന്. അങ്ങനെ വീണ്ടും കുറേ സമയം അവിടെ തിരിഞ്ഞളിച്ചിട്ടേ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സ്കെച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി നമുക്കൊരാളെ കിട്ടി. ആൻഡ് അവൻ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ലേറ്റാണ്. പക്ഷെ നമ്മളെ സംസാരം തീരുന്നില്ല കേട്ടോ. നമ്മൾ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇതെല്ലാം നല്ല രസത്തിൽ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ആ റെസ്റ്റോറൻറ്റിൽ കയറിയ സമയത്ത് അവിടെ ലൈറ്റ്സൊക്കെ കുറച്ച് ഡിമ്മായപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിന്നർ കഴിച്ചതും പിന്നെ എന്തെല്ലാം നല്ല അടിപൊളി ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതുകൊണ്ടാണ് മിസ്സായത്. ബൈ. അപ്പോഴേ സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിലേക്കുള്ളൊരു ട്രാൻസിഷനാണിത്. വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ദാരുണമായൊരു അന്ത്യം സംഭവിച്ചിരിക്കുന്നു. മീനിനോടുള്ള സ്നേഹം കൂടുതലാട്ടോ ഈ ഒരു അന്ത്യത്തിൽ അവസാനിച്ചത്. ഡെത്ത് നമ്മൾ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കായി വെള്ളം മാറ്റിയിട്ടെന്ന് പറഞ്ഞിട്ട് അമ്ര വളരെ സ്നേഹത്തോടുകൂടെ ഫിഷിൻ്റെ വെള്ളം മാറ്റി കൊടുത്തതാണ്. പക്ഷെ മാറ്റിയ വെള്ളം ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേഷൻ വാട്ടർ ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യം. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആൾ ഈ ഒരു കാര്യത്തിൽ വളരെ സീരിയസ് ആണെന്നുള്ളത്. ഷീ ഈസ് ഇമോഷണലി ബ്രോക്കൻ. സാരില്ല കേട്ടോ, എന്ത് ചെയ്യാനപ്പോൾ? എവിടുന്ന് വെള്ളം നിറച്ച്? അനങ്ങുന്നില്ലേ? എവിടെ? അറിയില്ല, ചിലപ്പോൾ എൻ്റെ ശ്വാസം പോയതേക്കും. അന്നത്തെ ദിവസം രാത്രി അവൾ ഒരുപാട് കരഞ്ഞാണ് കേട്ടോ കിടന്നുറങ്ങിയത്. ഇതിന് മുന്നേയും ഡെത്തിൻ്റെ 2 ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 3ാമത്തെ ഫിഷാണ് അവളെ അടുത്തുനിന്ന് ഡെത്ത് ആവണത്. ഉപ്പിട്ടിട്ടൊന്നൊരു കാര്യം ഉണ്ടായില്ല. ആദ്യത്തെ ഫിഷിനെ
ഓവർ ഫീഡ് ചെയ്തു. രണ്ടാമത്തെ ഫിഷിനെ ഫീഡ് ചെയ്യാണ്ടായിട്ട് ചത്തുപോയി. മൂന്നാമത്തെ ഫിഷാണ് ഇപ്പോൾ ഇത് കെയറിങ് കൂടിപ്പോയിട്ട് ചത്തത്. നമുക്ക് വേറെ വാങ്ങാം കേട്ടോ. നമുക്ക് പിന്നെ എളുപ്പുണ്ടോ? അതിനെ കൈകൊണ്ട് തൊടണ്ട. ഇനി നല്ല ആരോഗ്യമുള്ളതിന് നമുക്ക് വാങ്ങാം. വെള്ളം മാറ്റിപ്പോഴോ? ആണ്. അപ്പം ആ വെള്ളം ഇനി തീരെ പറ്റിയിട്ടുണ്ടാവില്ല. പാവം. അത് സാരമില്ല, അതെനിക്ക് അറിയൂലല്ലോ കേട്ടോ. ആ വെള്ളത്തിലേ ഫുള്ള് ക്ലോറിനാണ്, മനസ്സിലായോ? ഇനി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യണ്ട, അങ്ങനത്തെ വെള്ളം ഇനി ഒരിക്കലും മീനിന് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അന്ന് ഉമ്മമ്മ ഞങ്ങളോട് മീനിനെ പിടിക്കാൻ പറഞ്ഞില്ലേനോ? അപ്പോൾ ഉണ്ടെന്നോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് സാധാ പൈപ്പത്തെ വെള്ളത്തിലേക്ക് മീനിനെ പിടിച്ചിട്ട് ആ മീനുകളൊക്കെ ചത്തത് ഓർമ്മ ഉണ്ടോ? ഇല്ലേ? അതിന് സാരമില്ല, അത് നാളെ നമുക്ക് എടുത്തിട്ട് അതിനെ കുഴിച്ചിടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീണ്ടും അടിപൊളി വീഡിയോസായിട്ട് വരാം. ദിസ് ഇസ് ഫറ സൈനിങ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.